ഇൻ അവർ വർക്കല ട്രിപ്പ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. സോ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നല്ല യൂസ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ മുന്നേ തീരുമാനിച്ചിരുന്നു. അങ്ങനെ നമ്മൾ തീരുമാനിച്ച ഒരു സ്പോട്ടാണ് ജഡായു പാറ. ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്യാൻ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ ആരും ഇവിടെ വന്നിട്ടില്ല. അത് ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെയാണ്. സോ എന്നത്തെയും പോലെ വളരെ ഹാപ്പിയോടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്, ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ വർക്കലയിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്നതോ ടൈം പ്രോബ്ലമോ ഒന്നും വരുന്നില്ല. ഓൺ ദി വേയിൽ തന്നെ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കവർ ചെയ്യാന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. ഇവിടുത്തെ എൻട്രിയും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് തോന്നിയത്. സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് നമ്മൾ ഭയങ്കര ഫോർമൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. യെസ്, അത് തന്നെ പറയാം, ഭയങ്കര ഫോർമൽ ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതൊരു ഗവൺമെൻറ് ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടിട്ട് തന്നെ ആയിരിക്കാം. മോർ ദാൻ ദാറ്റ് ഇവിടെ അധികം വരുന്നതും അതർ സ്റ്റേറ്റ് ആളുകളാണ് കേട്ടോ. ഞാൻ അധികം കണ്ടതും അവരെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യട്ടെ. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ തോന്നാതെ ഇരിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് തോന്നിയതെന്ന് പറഞ്ഞത്, എനിക്ക് ഇവരുടെ ഒരു മാനേജ്മെൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ടു സ്ട്രിക്റ്റ് ആയിട്ടാണ് തോന്നിയത്. എന്തോ നമ്മളൊരു എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ എൻട്രി ആവുന്ന പോലെ. നമ്മൾ ആദ്യം വന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കാണ് കേട്ടോ. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു ക്യാമറയുടെ മുന്നിലാണ് കേട്ടോ. അവിടെ ഒരു ചേട്ടൻ നമുക്ക് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുത്ത് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല, ബിക്കോസ് നമ്മൾ ജഡായു പാറ കാണാൻ പോവുകയാണല്ലോ, പിന്നെ എന്തിനാ താഴേന്ന് ഫോട്ടോ എടുക്കുന്നതെന്നുള്ളത്. ഇൻ കേസ് ഇപ്പം ഞാൻ ഈ പറയുന്നത് ഇതിന് മുന്നേ ജഡായു പാറ വിസിറ്റ് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും അപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ എടുത്തു തരുന്ന ഫോട്ടോസ് ഫ്രീ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ആ ചേട്ടൻ്റെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. എന്തായാലും ഫോട്ടോ എടുത്താലേ അത് മേടിച്ചേക്കാന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് ഞാനത് കണ്ടത്. കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു പിക്കാണ് കേട്ടോ. അതിലവർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി തരും. അതിലവർ വെച്ചിരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് കംപ്ലീറ്റ് ജഡായുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അനദർ വൺ ഓണം അതിൻ്റെ എന്തോ, മൂന്നാമത് എനിക്കൊന്ന് കഥകളിയാണെന്ന് തോന്നി. ഇത് മൂന്നും അപ്പോഴാണ് മനസ്സിലായത് ഇത് കംപ്ലീറ്റ് കേരളത്തിലുള്ളവർക്കുള്ളതല്ല, ഇത് മൊത്തം ടൂറിസ്റ്റിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നാണെന്നുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മൾ കേബിൾ കാർ വഴിയാണ് മുകളിലെത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെക്യൂരിറ്റി ചെക്കിങ്ങും ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഇറ്റ്സ് കൈൻഡ് ഓഫ് നമ്മൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ. അവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതിനനുസരിച്ച് നമുക്ക് കേബിൾ കാർ വരും, അതിൽ കയറിയിട്ട് ആളുകൾക്ക് മേളിൽ വരാം. അങ്ങനെ നമ്മളും വെയിറ്റ് ചെയ്ത് കേബിൾ കാറൊക്കെ കിട്ടി മേളിൽ എത്തിയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മളവിടെ എത്തി ജഡായു പാറയൊക്കെ കണ്ടു. ഇനി നമുക്കൊരു ടീ ബ്രേക്ക് ആവാലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു ടീ ഷോപ്പായിരുന്നു. അവിടെ നേരെ പോയി ചായയും സ്നാക്സും വാങ്ങിച്ചിട്ട് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ചായ ആസ്വദിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അത്ര എക്സ്പെക്റ്റേഷനോട് കൂടെ നിന്നപ്പോഴാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു ആ ചായയും സ്നാക്സും. കൊടുത്ത പൈസയ്ക്ക് ഒരു വകയ്ക്ക് കൊള്ളില്ലായിരുന്നു. എന്തായാലും നമ്മൾ പൈസ കൊടുത്തതല്ലേ, വെറുതെ കളയാൻ പറ്റില്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ അത് കഴിച്ചു. ദെൻ നമ്മൾ അവിടെ നോക്കിയപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആകാംക്ഷയോട് കൂടെ ഞാൻ പോയതാണ്. പക്ഷെ അവിടെയും എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. വലിയ കാര്യമായിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് അവിടെ ഒരു രാമർ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ വെളിയിലുള്ള ഷോപ്പാണ് കേട്ടോ ഇവിടെ. അതിൽ നിറയെ ക്യൂട്ടായിട്ടുള്ള കുറേ ചെറിയ ചെറിയ സ്റ്റാച്യൂസും ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്നതാണ്. കാരണം ആ രീതിയിലുള്ള പ്രൈസ് ആയിരുന്നു അത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേക്കും ഇവിടെ നട തുറക്കുന്ന ടൈം ആയിട്ടില്ല പറഞ്ഞു. പക്ഷെ നമുക്ക് പുറത്ത് നിന്ന് തൊഴാം. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ നിന്ന് തൊഴുത് അതിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ കണ്ട് നടക്കാനുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പല കല്ലുകളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം. ശ്രീരാമപാദം നമുക്കവിടെ കാണാൻ പറ്റും. ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ സ്റ്റാച്ചുവിനെ ചുറ്റിയാണ് കേട്ടോ. അപ്പം നമുക്ക് എക്സിറ്റ് ആവുന്ന വഴി ഇതെല്ലാം നമുക്ക് കണ്ടുപോകാവുന്നതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ
എക്സാക്ട് ഭംഗി നമുക്കറിയണമെന്നെങ്കിൽ മേളിൽ നിന്നുള്ള കംപ്ലീറ്റ് വ്യൂ നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണില്ലേ, അങ്ങനെ കണ്ടാലേ നമുക്ക് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. പിന്നെ എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ കേബിൾ കാറിൽ പോവുമല്ലോ, അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഫോണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നടന്നില്ല. നമ്മൾ ഈ ഗൂഗിളിൽ കാണുന്ന പിക്ചേഴ്സൊക്കെ വെച്ച് നമ്മൾ സംതൃപ്തിപ്പെടണം എന്നുള്ളതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അതിൽ നടന്ന് നമ്മൾ ഇനിയിപ്പോൾ താഴേക്ക് റിട്ടേൺ വരേണ്ട ടൈമായിരുന്നു. അങ്ങനെ കേബിൾ കാർ വെയിറ്റ് ചെയ്ത് നമ്മൾ കയറി താഴേക്ക് വന്നു. നമ്മൾ ഇറങ്ങുന്ന ബിൽഡിങ്ങിലും നമുക്ക് ഇതേപോലെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഷോപ്സ് ഉണ്ട്, അതേപോലെ ഇങ്ങനെ കുറേ ഗെയിം ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ആകെ ഇവിടെ ചെയ്തത് ഈ ഒരു ഗെയിം ആക്ടിവിറ്റി മാത്രമായിരുന്നു കേട്ടോ. പക്ഷെ അതും എനിക്ക് പേഴ്സണലി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഇങ്ങനെ ആയിരിക്കണമെന്നില്ല നിങ്ങളിൽ പലർക്കും. ഇവിടെ 650 പെർ പേഴ്സൺ കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ എനിക്ക് തോന്നിയത് അതിനുള്ള കാണാനുള്ള കാര്യങ്ങളോ ഒന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ വന്ന സമയത്ത് അവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് അവർ പറഞ്ഞ് കേൾക്കുന്നല്ലാതെ അത് ക്ലോസ്ഡ് ആയിരുന്നു. എന്താ റീസൺ എന്നൊന്നും അറിയില്ല. ജസ്റ്റ് നമ്മൾ പുറമേ നടന്ന് അതൊന്ന് ചുറ്റി വന്നു എന്നല്ലാതെ ഒരു ഗുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന രീതിയിൽ എനിക്കൊന്നും അവിടുന്ന് ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ്ലി ഇവർ ഫോക്കസ് ചെയ്യുന്നത് ടൂറിസ്റ്റിലെ അതർ സ്റ്റേറ്റ് ആളുകളെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിശപ്പുള്ളതുകൊണ്ട് കണ്ണും പൊട്ടി നമ്മൾ മന്തി തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് കാറിൽ കയറിയ ഉടനെ ധരണിയുടെ ഡ്യൂട്ടി തുടങ്ങി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. ഇന്ന് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡേ മാക്സിമം കവർ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനോട് കൂടെ ആയിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത 2 സ്പോട്ടായിരുന്നു. മോർണിംഗ് നമ്മൾ കയാക്കിംഗ് പോയ മാംഗ്രോവ് കയാക്കിംഗ് സ്പോട്ടും, സെക്കൻഡ് വൺ നമ്മുടെ ജഡായുപ്പാറയും. എന്തായാലും എനിക്കിതിൽ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയത് 2ാമത്തെ ലൊക്കേഷനായിരുന്നു. എന്തായാലും വരേണ്ടിയിരുന്നില്ല. ആ ടൈം കൊണ്ട് നമുക്ക് നേരെ പോകാം എന്ന് വരെ എനിക്ക് തോന്നി. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് 1 ടൈം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ ഇങ്ങനെയാണ് അവിടെ എന്നുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു ടയർഡ്നെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റതാണ്. നേരെ നമ്മൾ കയാക്കിംഗ് ഒക്കെ പോയി തിരിച്ച് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു. ആർക്കും അത്ര വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്ത് ഈ പ്ലാനൊക്കെ കവർ ചെയ്തിട്ട് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്കും കുറച്ചധികം ലേറ്റായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും അത് നമ്മളെ കുറച്ചും കൂടെ ടയേർഡാക്കി. എന്തായാലും ഓൺ ദി വേയിൽ ധരണി മാത്രം കിടന്നുറങ്ങി. ബിക്കോസ് ധരണിക്ക് ഹെഡ് ഏക്ക് പ്രോബ്ലം ഉണ്ട്, മൈഗ്രെയിൻ്റെ. ഇൻ കേസ് പുള്ളി കുറച്ച് നേരം ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് പുള്ളിക്ക് വല്ലാത്തൊരു ഹെൽത്ത് ഇഷ്യൂസായി മാറും. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി നമ്മൾ ഉറങ്ങാതെ കൺട്രോൾ ചെയ്തിരുന്നു. നമ്മൾ എത്രയൊക്കെ ഉറക്കം കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും അതിനെല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുറച്ചൊക്കെ ആയപ്പോഴേക്കും ഞാൻ എന്തൊക്കെയോ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കുറേ കിളികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും പുറത്ത് കാണിക്കാതെ എക്സ്പ്രഷൻ ഇട്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മൊത്തത്തിൽ എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവും ഫുൾ റിലേ പോയിരിക്കുക എന്നുള്ളത്. കാരണം അത്ര ടയേർഡായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു ടയേർഡിലും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം ട്രാവൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മുടെ സേഫ്റ്റിക്കായാലും മറ്റുള്ളവരുടെ സേഫ്റ്റിക്കായാലും നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ. നമ്മളിൽ പലരെ പോലെ എനിക്കും ഒരു പാട്ടിൻ്റെ 2 ലൈനും ട്യൂണോ അല്ലാതെ ബാക്കി ലിറിക്സോ ട്യൂണോ അറിയില്ല കേട്ടോ. അതുകൊണ്ട് എന്താ അവരിടുന്ന പാട്ടിനൊക്കെ ലിപ് മൂവ്മെൻറ്റ്സും എക്സ്പ്രഷനും കൊടുത്ത് ഞാനങ്ങ് മാനേജ് ചെയ്തു. നമ്മുടെ റീച്ചിങ് ടൈം കാണിച്ചിരുന്നത് 11 o'clock ആണ് കേട്ടോ. നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം വിൻചേട്ടനും അച്ഛനും വീട്ടിലേക്ക് പോകാൻ. നമ്മുടെ വീട്ടിൽ നിന്ന് അധിക ദൂരമൊന്നും വരുന്നില്ല അവർക്ക് കേട്ടോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.